എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലും അതിരൂപത ആസ്ഥാനത്തും വിമതർ നടത്തിയ അക്രമ സംഭവങ്ങളെ ശക്തമായി അപലപിച്ച് ബസിലിക്കയിൽ ഇടവകക്കാരായ വിശ്വാസികളുടെ യോഗം ചേർന്നു. ക്രിസ്തീയതയ്ക്ക് നിരക്കാത്ത ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ലെന്ന് യോഗം ആവശ്യപ്പെട്ടു. ബസിലിക്കയിൽ ശുശ്രൂഷകൾ ആരംഭിക്കാനുള്ള സാഹചര്യം എത്രയും വേഗം ഒരുക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. പുറത്തുനിന്നുള്ളവരുടെ അക്രമം തടയാൻ ബസിലിക്ക ഇടവകക്കാർക്ക് ഐഡന്റിറ്റി കാർഡ് നൽകുന്നതും ആലോചനയിലുണ്ട്. ബസിലിക്ക സാധാരണ നിലയിലാകുന്നതുവരെ പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. വൈദികർക്കും നിയന്ത്രണം ബാധകമാണ്. വിവാഹമടക്കമുള്ള കൂദാശകൾക്ക് വരുന്നവർക്ക് മാത്രമാകും ബസിലിക്ക കോമ്പൗണ്ടിൽ പ്രവേശനം അനുവദിക്കുക. ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ഞാളിയത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത്. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മാർ ബോസ്കോ പുത്തൂർ സ്ഥാനമൊഴിയും മുൻപേ ജോയി ജോർജ് വെട്ടിക്കൽ, ജോയൽ കുഞ്ഞുവറീദ് മേനാച്ചേരി എന്നിവരെ ബസിലിക്കയുടെ കൈക്കാരന്മാരായി നിയമിച്ചിരുന്നു. ഇവർ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നടത്തണമെന്ന നിയമന ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു. പുതിയ കൈക്കാരന്മാർ കൂടി പങ്കെടുത്ത ഇടവകക്കാരുടെ യോഗത്തിലാണ് ബസിലിക്കയിൽ കൂടുതൽ ജാഗ്രത പാലിക്കാനും നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനും തീരുമാനമുണ്ടായത്. 2026 ജനുവരി വരെയാണ് കൈക്കാരന്മാരുടെ നിയമനം. ബസിലിക്കയിൽ പാരിഷ് കൌൺസിലും ഫാമിലി യൂണിറ്റുകളും കാലാവധി കഴിഞ്ഞിരുന്നതിനാൽ ഇവ വിളിച്ചുകൂട്ടുന്നതിനും തീരുമാനമെടുക്കുന്നതിനും കോടതി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൈക്കാരന്മാർ മുൻകൈയെടുത്ത് ഇടവകക്കാരുടെ യോഗം വിളിച്ചത്. ഉടൻ തന്നെ 1000 ഇടവകാംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗം വിളിക്കാനും തീരുമാനമായി. അതിരൂപത ആസ്ഥാനത്ത് 21 വിമത വൈദികർ അതിക്രമിച്ച് കടന്ന ദിവസം തന്നെ ബസിലിക്കയിൽ പുറത്തുനിന്ന് എത്തിയ വിമതരും അവരുടെ ഗുണ്ടകളും യുവാക്കളെയും സ്ത്രീകളെയും മർദ്ദിച്ചാണ് അക്രമത്തിന് തുടക്കം കുറിച്ചതെന്ന് യോഗം വിലയിരുത്തി. ഇവർക്കെതിരെ നൽകിയ പരാതിയിൽ പോലീസ് ശക്തമായ നടപടികൾ എടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. അതിരൂപത ആസ്ഥാനത്ത് നിന്ന് വിമത വൈദികരെ പുറത്തിറക്കി വിടുന്നതിന് പകരം ഇവരെ ബസിലിക്ക അങ്കണത്തിലേക്ക് മാറ്റിയത് വിമതർക്ക് അഴിഞ്ഞാടാൻ സമയവും സാഹചര്യവും അവസരവും ഒരുക്കി. പകരം ഇവരെ പുറത്തിറക്കി വിട്ട് ബസിലിക്കായ്ക്കും അരമനയ്ക്കും കനത്ത കാവൽ ഏർപ്പെടുത്തുകയായിരുന്നു വേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ അതുണ്ടായില്ലെന്ന് യോഗം വിലയിരുത്തി.